ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. VSSയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് കൈമാറുമെന്ന് അറിയുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 10:30 ദേവസ്വം ബെഞ്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കുക. ഇന്ന് അഞ്ചാമത്തെ ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ VSSയിൽ നിന്നുള്ള അന്തിമ റിപ്പോർട്ടും കോടതിയിലെത്തും. അതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ദേവസ്വം ബെഞ്ച് ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, ഏതെല്ലാം മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുക. ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 11 ഇടക്കാല ഉത്തരവുകളാണ് ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത് 12ാമത്തെ ഉത്തരവായിരിക്കും. ഒരു മാസം സമയം കൂടി നേരത്തെ നീട്ടി നൽകിയിരുന്നു. ആ സമയം ഫെബ്രുവരി അവസാനത്തോടെ തീരുകയാണ്. അതിനു മുൻപ് അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലയിടങ്ങളിൽ നിന്നും SITക്കെതിരെ അതിരൂക്ഷ വിമർശനമുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദം SIT നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ ആ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ഹൈക്കോടതിക്ക് അത്തരത്തിലൊരു നിലപാടില്ല. SIT അന്വേഷണം കൃത്യമായി പോകുന്നു, ശരിയായ ദിശയിൽ പോകുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ആശങ്കയില്ല. പ്രതികളെല്ലാവരെയും ഞങ്ങൾ അഴിക്കുള്ളിലാക്കും എന്ന നിലപാടിൽ തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. ആ SITക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ദേവസ്വം ബെഞ്ച്. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നടപടികളാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നടക്കാൻ പോകുന്നത്. ശരിക്കും ഇതിനകത്ത് നമുക്ക് ഈ VSSയുടെ റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം? കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, VSS റിപ്പോർട്ടാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി മാറാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരിശോധന കൂടി നടത്താൻ SITക്ക് നിർദ്ദേശം നൽകിയത്. ഈ VSSയിലെ ശാസ്ത്രജ്ഞരുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ കളവ് പോയി എന്ന് പറയുന്ന സ്വർണത്തിന്റെ അളവ് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ നിലവിലുള്ള ദ്വാരപാലക പാളി അത് പഴയതാണോ പുതിയതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. കാരണം 99-ൽ അവിടെ സ്വർണം പൂശിയെന്ന കാര്യം വ്യക്തമായി അവിടെ ഉണ്ട്. അതുകൊണ്ട് അന്ന് ഇരുന്ന സ്വർണ്ണപ്പാളി തന്നെയാണോ അവിടെ ഇരിക്കുന്നത്, അതല്ല എങ്കിൽ പൂർണ്ണമായും ഈ സ്വർണ്ണക്കൊള്ളക്കാർ അത് മാറ്റിയിട്ടുണ്ടോ തുടങ്ങിയ പരിശോധന ഒക്കെ വരിക ഈ VSSയിലെ പരിശോധനാ ഫലത്തിലായിരിക്കും. അതുകൊണ്ടാണ് അത് ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. പുതിയ കേസുകൾ, പ്രത്യേകിച്ച് കൊടിമരത്തിലെ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അത് വിശദമായി പരിശോധിക്കാൻ, അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും പരിശോധിക്കാൻ കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടില്ല. അത് SIT പ്രാഥമികമായി നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുക. ഇന്നെന്തായാലും ഈ VSS റിപ്പോർട്ടാണ് ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയുടെ പഴക്കം, അത് പുതിയതാണോ പഴയതാണോ, ഒപ്പം എത്ര സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ പോകുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.